ഞാൻ മറിയം, നിംസ് മെഡിസിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. എന്റെ ചോദ്യം ഇതാണ്. ഖുർആനിൽ പ്രവാചകൻ ഈസ ലോകത്തിന്റെ രക്ഷകനായി വരുന്ന വചനങ്ങളുണ്ട്. ഇത് ലോകാവസാനത്തെ പറ്റി പറയുമ്പോഴുള്ള പരാമർശമാണ്. അതിനർത്ഥം ലോകത്തിന്റെ രക്ഷകനാകാനുള്ള എന്തോ ഒരു ശക്തി ഈസായ്ക്കുണ്ട്. പക്ഷേ നിങ്ങൾ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. ക്രിസ്തു എന്നാൽ മിശിഹ എന്നാണ്. മിശിഹ എന്നാൽ വിമോചകൻ, രക്ഷകൻ എന്നൊക്കെയാണല്ലോ. സഹോദരിയുടെ ചോദ്യം ഇതാണ്. യേശുക്രിസ്തു ഒരു രക്ഷകനായി തിരിച്ചു വരുമെന്ന് ഖുർആനിൽ പറയുന്നു. ഞാൻ ഈസായിൽ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തത്? സഹോദരി, ഞാനൊരു കാര്യം പറയട്ടെ. ഈസ എന്നത് യേശു എന്നതിന്റെ അറബി പദമാണ്. യഥാർത്ഥ പുരാതന മൂലഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾ വായിക്കുന്നത് ബൈബിളിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. യഥാർത്ഥ മൂലഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തെ ആരെങ്കിലും യേശു എന്ന് വിളിച്ചിരുന്നതായി കാണുവാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. യഹോവ എന്ന വാക്ക് കേട്ടിട്ടില്ലേ? ജഹോവാസ് വിറ്റ്നസ്സുകാരെ പറ്റിയും കേട്ടിട്ടില്ലേ? അവർ കണ്ടില്ലേ, അവർ ഇംഗ്ലീഷ് അക്ഷരമായ ജെ ചേർക്കുന്നൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ പദം ഈസ എന്നതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് രണ്ടും ഒരേ വ്യക്തി തന്നെയാണ്. യേശുക്രിസ്തു മനുഷ്യരുടെ രക്ഷകനായി ഈ ലോകത്ത് വീണ്ടും വരുമെന്ന് ഖുർആനിൽ പറയുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. ഞങ്ങൾ ഈസ മസീഹ് എന്ന് പറയുന്നു. മസീഹ് എന്നത് തടവുക, അഭിഷേകം ചെയ്യുക എന്നർത്ഥം വരുന്ന ഹീബ്രു പദമായ മസഹിയിൽ നിന്ന് വന്നതാണ്. രക്ഷകൻ എന്നും ആ വാക്കിനെ പരിഭാഷപ്പെടുത്താം. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ കാലഘട്ടത്തിൽ ഒരു രക്ഷകനായിരുന്നു. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന് ബൈബിളിൽ യോഹന്നാൻ 14:6 യേശു ഇപ്രകാരം പറയുന്നു: വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഞങ്ങളും ഈ വചനത്തോട് യോജിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ അധ്യാപനങ്ങൾ പിൻപറ്റേണ്ടതുണ്ട്. അതുപോലെ മോശയുടെ കാലത്ത് മോശയായിരുന്നു വഴിയും സത്യവും ജീവനും. മോശയിലൂടെയല്ലാതെ അന്നാരും ദൈവത്തിലേക്ക് എത്തിച്ചേരുമായിരുന്നില്ല. ഇന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ദൂതനും പ്രവാചകനുമായതുകൊണ്ട് വഴിയും സത്യവും ജീവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പിൻപറ്റാത്ത ആർക്കും അള്ളാഹുവിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ സംബന്ധിച്ച നിങ്ങളുടെ അടിസ്ഥാന ചോദ്യത്തെക്കുറിച്ച് പറയാം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ജീവനോട് ഉയർത്തിയത്? എന്തുകൊണ്ടാണ് അദ്ദേഹം രണ്ടാമത് വരുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായപ്രകാരം 1,24,000 പ്രവാചകന്മാർ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുകയുണ്ടായി. ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ. യേശുക്രിസ്തുവിനെ മാത്രം ജീവനോട് ഉയർത്തിയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹം തിരികെ വരുന്നത്? ദിവ്യത്വം അവകാശപ്പെട്ടിട്ടുണ്ട് എന്ന് അനുയായികൾ തെറ്റിദ്ധരിച്ച ഏക പ്രവാചകനാണ് അദ്ദേഹം. തങ്ങളുടെ പ്രവാചകൻ തന്നെയാണ് സർവശക്തനായ ദൈവം എന്ന് അനുയായികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന മറ്റൊരു പ്രവാചകനുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജീവനോട് ഉയർത്തി. അദ്ദേഹത്തിന്റെ രണ്ടാം വരവിൽ പുതിയൊരു കാര്യവും അദ്ദേഹം പഠിപ്പിക്കുകയില്ല. ഖുർആനിലെ അധ്യായം 5:3 അള്ളാഹു ഇപ്രകാരം പറയുന്നു: ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഇനി ഇതിൽ പുതിയതായി ഒന്നും ചേർക്കാനും സാധ്യമല്ല. നിലവിലുള്ളതിൽ നിന്ന് ഒന്നും കുറക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് യേശുക്രിസ്തു തന്റെ രണ്ടാം വരവിൽ പുതുതായി ഒന്നും തന്നെ പഠിപ്പിക്കുകയില്ല. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയിൽപ്പെട്ട ഒരാളായിട്ടായിരിക്കും വരിക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന കാര്യത്തിന് അദ്ദേഹം സാക്ഷ്യം വഹിക്കും. അദ്ദേഹം പുതുതായി ഒന്നും തന്നെ പഠിപ്പിക്കുകയില്ല. അദ്ദേഹത്തിന്റെ രണ്ടാം വരവിൽ അദ്ദേഹം ഒരു രക്ഷകനായിരിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പിൻപറ്റുവാനാണ് അദ്ദേഹം വരുന്നത്. അതുപോലെ യേശുക്രിസ്തു പറയുന്നതായി യോഹന്നാന്റെ 16:12-14 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും: ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്നു സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഇത് വരാനിരിക്കുന്ന മറ്റൊരു പ്രവാചനെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്ന ബൈബിളിലെ വചനങ്ങളാണ്. അവൻ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പ്രവചനമാണ് യേശുക്രിസ്തു നടത്തുന്നത്. അദ്ദേഹത്തെ ജീവനോട് ഉയർത്തുകയുണ്ടായി. അദ്ദേഹം ദിവ്യത്വം അവകാശപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം തന്റെ രണ്ടാം വരവിൽ ജനങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും. ഖുർആനിന്റെ അധ്യായം 5 116-117 വചനങ്ങളുടെ ആശയം ഇതാണ്: എനിക്ക് യാതൊരു അവകാശവുമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഞാൻ ദിവ്യത്വം അവകാശപ്പെട്ടിട്ടില്ല. എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളായി ആരാധിക്കുവാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നീ എന്നോട് കൽപ്പിച്ച കാര്യം, അഥവാ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കണം എന്ന കാര്യം മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്റെ രണ്ടാം വരവിൽ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കണം എന്ന കാര്യം മാത്രമേ യേശുക്രിസ്തു പറയുകയുള്ളൂ. തന്റെ രണ്ടാം വരവിൽ ഞാനൊരു ദൂതൻ മാത്രമാണെന്നും ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അദ്ദേഹം സാക്ഷ്യം പറയുന്നതാണ്. ഞാൻ സഹോദരിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു.